അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ് ഈ ലാറ്ററൽ സ്കൾ ബേസ് സർജറിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ് പ്രീ ഓപ്പറേറ്റീവ് എംബോളൈസേഷൻ. അപ്പോൾ ഇതെന്താണ്? പലപ്പോഴും നമ്മൾ ഒരു സ്കൾ ബേസ് ട്യൂമർ ഡയഗ്നോസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ യൂഷ്വലി പേഷ്യൻസിൻ്റെ അടുത്ത് പറയാറുണ്ട് ഇത് ഭയങ്കര വാസ്കുലർ ട്യൂമറാണ്. ഒരു വാസ്കുലർ ട്യൂമർ എന്ന് വെച്ചാൽ അതിന് രക്തോട്ടം വളരെയധികം ഉണ്ട്, അതായത് ബ്ലഡ് സപ്ലൈ വളരെയധികമാണ്, അതിനെ ഒത്തിരി ബ്ലഡ് വെസൽസ് ഫീഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ട്യൂമറാണ് ഈ പറഞ്ഞ പോലെ വാസ്കുലർ ട്യൂമേഴ്സ്. അപ്പോൾ ഈ വാസ്കുലർ ട്യൂമേഴ്സിന് യൂഷ്വലി ഉള്ള പ്രോബ്ലം നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അത് ബ്ലീഡ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും, ബ്ലഡ് ലോസിനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അപ്പോൾ പലപ്പോഴും ഇങ്ങനത്തെ സർജറികൾ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ അഡിക്വേറ്റ് ആയിട്ടുള്ള ബ്ലഡ് റിസർവ് ചെയ്യേണ്ടി വരും. അപ്പം ഈ രീതിയിലുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നമ്മൾ എടുത്തുകൊണ്ടാണ് വാസ്കുലർ ട്യൂമേഴ്സ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. എന്നാൽ നമുക്കിപ്പോൾ ഈ ഇൻ്റർവെൻഷണൽ റേഡിയോളജി എന്നുള്ളൊരു സ്പെഷ്യാലിറ്റി ഒത്തിരി അധികം ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുകയാണ്. ഇതിനകത്ത് നമുക്ക് യൂഷ്വലി ഈ ഇൻ്റർവെൻഷൻ റേഡിയോളജിസ്റ്റിൻ്റെ സഹായത്തോടെ നമുക്ക് എംബോളൈസേഷൻ എന്ന് പറഞ്ഞൊരു പ്രൊസീജിയറുണ്ട്, പ്രീ ഓപ്പറേറ്റീവ് എംബോളൈസേഷൻ. അതായത് യൂഷ്വലി ഒരു സർജിക്കൽ പ്രൊസീജിയറിന് 24 to 48 hours ഓർ 72 hours മുന്നേ നമ്മൾ ഈ ഒരു ട്യൂമറിനെ നമുക്ക് എംബോളൈസ് ചെയ്യാം. അപ്പോൾ എന്താണ് ഇതിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആൻജിയോഗ്രഫി ചെയ്തുകൊണ്ട് ഈ ഒരു പെർട്ടിക്കുലർ ട്യൂമറിനോ സപ്ലൈ ചെയ്യുന്ന ബ്ലഡ് വെസൽസ് എന്തൊക്കെയാണോ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ആ ബ്ലഡ് വെസൽസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വളരെ സെലക്റ്റീവായിട്ട് ഈ ഫീഡേഴ്സ്, അതായത് ആ ട്യൂമറിലോട്ട് സപ്ലൈ കൊണ്ടുവരുന്ന ബ്രാഞ്ചുകൾ മാത്രം നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതായത് പല മെറ്റീരിയൽസ് ഉണ്ട്, PVA, ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. യൂഷ്വലി ആ എന്ത് മെറ്റീരിയലാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത് എന്നുള്ള ഇൻ്റർവെൻഷൻ റേഡിയോളജിസ്റ്റ് സെലക്ട് ചെയ്യും. എന്നിട്ട് ഈ ബ്ലഡ് വെസലിൽ കൂടെ നമ്മൾ ഫൈനായിട്ടുള്ള കത്തീഡ്രൽ പാസ് ചെയ്തിട്ട് ഈ കാനുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ പറഞ്ഞ ബ്ലഡ് വെസൽസിനകത്തോട്ട് ഈ പറഞ്ഞ പാർട്ടിക്കിൾസ് ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ ബ്ലഡ് വെസൽസിനകത്തോട്ട് ഈ പാർട്ടിക്കിൾസ് ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോൾ ഈ ട്യൂമറിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ താൽക്കാലികമായിട്ട് കുറഞ്ഞു നിൽക്കും. അപ്പോൾ ഇതാണ് പ്രീ ഓപ്പറേറ്റീവ് എംബോളൈസേഷൻ എന്ന് പറയുന്നത്.